സ്കൂൾ തുറന്ന് ചെല്ലുമ്പോൾ കിട്ടാൻ പോകുന്ന ആൻസർ ഷീറ്റ് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരായിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗം പേരും. കാരണം കുറേ പേർക്കെങ്കിലും ഓണം എക്സാം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. പക്ഷെ മക്കളെ, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തുവിട്ട സമയത്തെ നമുക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാൻഡേർഡ് ആണെന്നും 20% ഓഫ് ക്വസ്റ്റ്യൻസ് ഹാർഡ് ആയിരിക്കുമെന്നും അതേപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നും പിന്നെ മിനിമം 30% മാർക്ക് നേടണമെന്നും അത് നേടിയില്ലെങ്കിൽ സെപ്റ്റംബറിൽ അതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കുറേ മുന്നറിയിപ്പുകൾ നമുക്ക് വളരെ നേരത്തെ തന്നെ കിട്ടിയിരുന്നു. എന്നിട്ടും കഴിഞ്ഞ കൊല്ലം വരെ ഫോളോ ചെയ്തതുപോലെ തലേ ദിവസം മാത്രം പഠിച്ചുകൊണ്ട് എക്സാം എഴുതി പാസ്സായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസിൽ ഇപ്രാവശ്യം എക്സാം എഴുതിയവർക്കാണ് പണി കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ കോൺസെപ്റ്റ് അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് മാത്രമാണ് നല്ല രീതിയിൽ ഇപ്രാവശ്യത്തെ ഓണം എക്സാം എഴുതാൻ പറ്റിയത്. അപ്പോൾ മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ടാവും. ഇത്രയും ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് ആക്കിക്കൊണ്ട് ടഫ് ആക്കിക്കൊണ്ട് എന്തിനാണ് ഞങ്ങളുടെ മാർക്ക് ഇങ്ങനെ കുറയ്ക്കുന്നത്? പക്ഷേ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്നുകൂടി സ്റ്റാൻഡേർഡ് ആക്കുന്നത്. ഈ തലേ ദിവസം മാത്രം പഠിച്ച് പാസ്സാവുന്ന എക്സാംസ്, അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫ്യൂച്ചറിന് ഉപകരിക്കില്ല. നിങ്ങൾ പരീക്ഷ കഴിയുന്നതോടെ പഠിച്ച കാര്യങ്ങളൊക്കെ മറക്കുന്നു. നിങ്ങൾ ഓരോ ക്ലാസ്സുകളും ഇങ്ങനെ പഠിച്ച് വരുന്നു. ഇത്രയും കൊല്ലം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് വേണ്ടേ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് വേണ്ടേ? അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ ഏറ്റവും ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്, ഏറ്റവും സേഫ് ആവാൻ വേണ്ടിയിട്ടാണ്, ക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റാൻഡേർഡ് ആക്കുന്നത്. അപ്പോൾ ആ ഒരു സത്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, അത് മനസ്സിലാക്കണം. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന എല്ലാ പരീക്ഷകളും ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഇത്ര നാളത്ര സീരിയസ് ആയിട്ട് പഠിക്കാത്തവർ, ആ കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക മക്കളെ, അത് പഠിച്ചെടുക്കുക. ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചെടുത്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലേക്ക് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി വരാൻ പോകുന്ന എക്സാംസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതേ രീതിയിൽ എന്ത് ചെയ്യുക, നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലേക്ക് വരാനും പഴയ പോലെ തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും.